ഫ്രണ്ട്സ്, വെൽക്കം ടു SLS അക്കാഡമി. നമ്മൾ നോക്കുന്നത് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ്. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 6 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചേർത്തുകൊണ്ടുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സിന് ചെറിയൊരു ബ്രേക്ക് കൊടുത്തേക്കാണ്. ഇപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു കമന്റ് ചെയ്തിട്ട് എത്ര കമന്റ് ഉണ്ടെന്ന് നോക്കട്ടെ. അതിനനുസരിച്ച് ഡെയിലി കറണ്ട് അഫയേഴ്സ് വീണ്ടും ചെയ്യാം. ഇപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അൺഅക്കാഡമിയിലും ക്ലാസ്സുകളുണ്ട്. അൺഅക്കാഡമി ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നതിന് അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ അൺഅക്കാഡമിയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇന്ത്യൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2019 വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയാണ്. അടുത്ത പോയിന്റ്: IUCN ക്രിറ്റിക്കലി എൻഡേഞ്ചർഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ശുദ്ധജല മത്സ്യം എന്ന് വെച്ചാൽ ഹംപ് ബാക്ക് മുഷീർ. ക്ലിയർ? ഓർത്തു വയ്ക്കാം, ഹംപ് ബാക്ക് മുഷീർ. അടുത്ത: ചൈന വിക്ഷേപിച്ച സെക്കൻഡ് ജനറേഷൻ ഡേറ്റ റിലേ സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? തിയാൻലിയൻ 201. തിയാൻലിയൻ 201. അടുത്ത്: ISRO എമിസാറ്റ് വിക്ഷേപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 2019 ഏപ്രിൽ 1 എമിസാറ്റ് വിക്ഷേപിച്ചത്. എവിടെ നിന്ന് ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. അടുത്ത്: വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് എന്ന് വെച്ചാൽ PSLV C-45. അപ്പൊ ഈ എമിസാറ്റും പ്ലസ് 28 സാറ്റലൈറ്റും കൂടെയാണ് വിക്ഷേപിച്ചത്. അങ്ങനെ 29 സാറ്റലൈറ്റ് ആണ് വിക്ഷേപിച്ചത്. അപ്പൊ 6 ദിവസം കൊണ്ട് വിക്ഷേപിച്ച സാറ്റലൈറ്റിന്റെ കൂട്ടത്തിലുണ്ട് എന്ന് വെച്ചാൽ എയ്സാറ്റ് ആണ് 6 ദിവസം കൊണ്ട് വിക്ഷേപിച്ച സാറ്റലൈറ്റ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2019 വേദി എവിടെയെന്ന് വെച്ചാൽ ഡൽഹി. അടുത്ത പോയിന്റ്: IUCN ക്രിറ്റിക്കലി എൻഡേഞ്ചർഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ശുദ്ധജല മത്സ്യം എന്ന് വെച്ചാൽ ഏതാണ്? ഹംപ് ബാക്ക് മുഷീർ. അടുത്ത: ചൈന വിക്ഷേപിച്ച സെക്കൻഡ് ജനറേഷൻ ഡേറ്റ റിലേ സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? തിയാലിയൻ 201. അടുത്ത: ISRO എമിസാറ്റ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ 2019 ഏപ്രിൽ 1. എവിടെ നിന്ന് ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം PSLV C-45. എമിസാറ്റ് പ്ലസ് 28 സാറ്റലൈറ്റ് ആണ് വിക്ഷേപിച്ചത്. അടുത്ത: 6 ദിവസം കൊണ്ട് വിക്ഷേപിച്ച സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ എയ്സാറ്റ്. ക്ലിയർ? അടുത്ത പോയിന്റ്: ഏഷ്യൻ എയർഗൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്രയാണെന്ന് വെച്ചാൽ 25 മെഡലുകളാണ്. 16 ഗോൾഡ്, 5 സിൽവർ, 4 ബ്രോൺസ്. ക്ലിയർ? അടുത്ത: ബഹ്റിൻ ഗ്രാൻഡ് പിക്സ് 2019 വിജയ് ആരെന്ന് ചോദിച്ചാൽ ലൂയിസ് ഹാമിൽട്ടൺ. അടുത്ത: ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് ബറോഡ. അതെങ്ങനെ ബാങ്ക് ഓഫ് ബറോഡ ആയതെന്ന് ചോദിച്ചാൽ വിജയ ബാങ്കും ദേന ബാങ്കും കൂടെ കൂടിച്ചേർന്നാണ് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പബ്ലിക് സെക്ടർ ബാങ്കായിട്ട് മാറിയത്. അടുത്ത്: ഇന്ത്യയിലെ 3ാമത്തെ വലിയ ബാങ്കായി മാറുകയായിരുന്നു ഏത്? ബാങ്ക് ഓഫ് ബറോഡ. അപ്പൊ ഇത് ദേന ബാങ്കും വിജയ ബാങ്കും കൂടെ കൂടിച്ചേർന്നതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പബ്ലിക് സെക്ടർ ബാങ്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ വലിയ ബാങ്കുമായിട്ട് മാറി ഏത്? ബാങ്ക് ഓഫ് ബറോഡ. ഇപ്പൊ 3ാമത്തെ ബാങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? SBI ആണ്. രണ്ടാമത്തെ HDFC. ക്ലിയർ? അടുത്ത്: ICC 2019 ടെസ്റ്റ് റാങ്കിങ്ങിൽ തുടർച്ചയായി 3ാം വർഷവും 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതെന്ന് വെച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. ഇപ്പൊ ഒന്നുകൂടെ നോക്കാം. ഏഷ്യൻ എയർഗൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നേടിയ മെഡലുകൾ 25 മെഡലുകൾ, 16 ഗോൾഡ്, 5 സിൽവർ, 4 ബ്രോൺസ്. അടുത്ത്: ബഹ്റിൻ ഗ്രാൻഡ് പിക്സ് 2019 വിജയ് ലൂയിസ് ഹാമിൽട്ടൺ. അടുത്ത്: ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ബറോഡ. അടുത്ത്: ഏതൊക്കെ ചേർന്നാണ് ബാങ്ക് ഓഫ് ബറോഡ ആയത്? വിജയ ബാങ്കും ദേന ബാങ്കും കൂടെ ചേർന്നപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പബ്ലിക് സെക്ടർ ബാങ്കായിട്ട് ബാങ്ക് ഓഫ് ബറോഡ മാറിയത്. അതുപോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ 3ാമത്തെ വലിയ ബാങ്കായി മാറി ബാങ്ക് ഓഫ് ബറോഡ. അപ്പൊ 1ാമത്തെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് വെച്ചാൽ SBI, രണ്ടാമത്തത് HDFC. അടുത്ത പോയിന്റ്: ICC 2019 ടെസ്റ്റ് റാങ്കിങ്ങിൽ തുടർച്ചയായി 3ാം വർഷവും 1ാം സ്ഥാനം നേടിയത് ഏത് രാജ്യം എന്ന് വെച്ചാൽ ഇന്ത്യ. അടുത്ത പോയിന്റ്: ഗൂഗിൾ പ്ലസിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി ഗൂഗിൾ നിർത്തിയത് എന്ന് ചോദിച്ചാൽ 2019 ഏപ്രിൽ 2. അപ്പൊ എന്നാണ് ഈ ഗൂഗിൾ പ്ലസ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2011 നിലവിൽ വന്ന് നിർത്തിയത്. 2019 ഏപ്രിൽ 2 ഔദ്യോഗികമായി. അടുത്ത: ഒഡീഷയിൽ നിന്ന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച മഞ്ഞൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? കണ്ടമൽ കാൾഡി
എന്താണ് കണ്ടമൽ കാൽഡിയാണ് എന്താണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച മഞ്ഞൾ ഒഡീഷയിൽ നിന്നുള്ള. അത് അടുത്ത് പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ ടോപ്പ് 10-ലെത്തിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്ന് വെച്ചാൽ സൗരവ് ഘോഷൽ. അടുത്ത ഗൂഗിൾ ഇന്ത്യ തലപ്പത്ത് നിന്ന് രാജിവെച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ രാജൻ ആനന്ദൻ. അടുത്ത പോയിന്റോ അന്തരിച്ച പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജെ ഹേമചന്ദ്രൻ. ഒന്നുകൂടെ നോക്കാം. ഗൂഗിൾ പ്ലസിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി ഗൂഗിൾ നിർത്തിയത് എന്ന് ചോദിച്ചാൽ 2019 ഏപ്രിൽ 2. ഇത് പുറത്തിറങ്ങിയത് 2011 നിർത്തിയത് 2019 ഏപ്രിൽ 2. അടുത്ത പോയിന്റ് ഒഡീഷയിൽ നിന്ന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച മഞ്ഞൾ എന്ന് വെച്ചാൽ കണ്ടമൽ കാൽഡി. അടുത്ത പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ ടോപ്പ് 10-ൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ സൗരവ് ഘോഷൽ. അടുത്ത ഗൂഗിൾ ഇന്ത്യ തലപ്പത്ത് നിന്ന് രാജിവെച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രാജൻ ആനന്ദൻ. അടുത്ത പോയിന്റ് അന്തരിച്ച പ്രശസ്ത തമിഴ് സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ ജെ ഹേമചന്ദ്രൻ. അടുത്ത പോയിന്റ് റാഫേൽ ഇടപാടിനെ കുറിച്ച് വിവരിക്കുന്ന പുസ്തകം എന്ന് വെച്ചാൽ ഏതാണ്? നാട്ടേ ഉലയ്ക്കും റഫാൽ ഊഴൽ. എഴുതിയതാരെന്ന് വെച്ചാൽ എസ് വിജയൻ. അടുത്ത IPL ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരെന്ന് ചോദിച്ചാൽ സാം കൊറൻ. കിങ്സ് 11 പഞ്ചാബിന്റെ താരമാണ് സാം കൊറൻ. അടുത്ത രാജ്യത്തെ ഏറ്റവും ദൂരം കുറഞ്ഞ വിമാന സർവീസ് എന്ന് ചോദിച്ചാൽ കണ്ണൂർ കോഴിക്കോട്. അടുത്ത LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് വിപിൻ ആനന്ദ്. അടുത്ത പോയിന്റ് റിപ്പബ്ലിക് ഓഫ് കാമറൂണിന്റെ ഹൈ കമ്മീഷണറായി നിയമിതനായ ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാൽ രാകേഷ് മൽഹോത്ര. അടുത്ത വേൾഡ് ബാങ്ക് പ്രസിഡന്റായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഡേവിഡ് മൽപാസ്. അമേരിക്കക്കാരനാണ് ഡേവിഡ് മൽപാസ്. ഒന്നുകൂടെ നോക്കാം. റഫാൽ ഇടപാടിനെ കുറിച്ച് വിവരിക്കുന്ന പുസ്തകം നാട്ടേ ഉലയ്ക്കും റഫാൽ ഊഴൽ. എഴുതിയത് എസ് വിജയൻ. IPL ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരെന്ന് വെച്ചാൽ സാം കൊറൻ. ഏത് ടീമിന്റെ അംഗമാണെന്ന് വെച്ചാൽ കിങ്സ് 11 പഞ്ചാബ്. രാജ്യത്തെ ഏറ്റവും ദൂരം കുറഞ്ഞ വിമാന സർവീസ് എന്ന് വെച്ചാൽ കണ്ണൂർ കോഴിക്കോട്. LICയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് വിപിൻ ആനന്ദ്. അടുത്ത പോയിന്റ് റിപ്പബ്ലിക് ഓഫ് കാമറൂണിന്റെ ഹൈ കമ്മീഷണറായി നിയമിതനായ ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാൽ രാകേഷ് മൽഹോത്ര. വേൾഡ് ബാങ്ക് പ്രസിഡന്റായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ ഡേവിഡ് മൽപാസ്. അമേരിക്കക്കാരനാണ് ഡേവിഡ് മൽപാസ്. അടുത്ത പോയിന്റ് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടന്റെ ഹോണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഷാറൂഖ് ഖാൻ. അടുത്ത പോയിന്റ് ബൊളീവിയ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദ്. അടുത്ത ഇന്ത്യയിലെ പ്രഥമ സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിച്ച സംസ്ഥാനം എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര. അടുത്ത ബ്ലാക്ക് പാന്തർ എന്ന നക്സൽ വിരുദ്ധ സേനാ വിഭാഗത്തിന് രൂപം നൽകിയ സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? ഛത്തീസ്ഗഡ്. അടുത്ത സ്പിരിറ്റ് ഓഫ് ലൈഫ് എന്ന കൃതിയുടെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ തസ്ലീമ നസ്രീൻ. അടുത്ത പോസ്റ്റ്മാൻ എന്ന കൃതിയുടെ രചയിതാവ് ബെന്യാമിൻ. ഒന്നുകൂടെ നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടന്റെ ഹോണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഷാറൂഖ് ഖാൻ. ബൊളീവിയ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദ്. ഇന്ത്യയിലെ പ്രഥമ സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിച്ച സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? മഹാരാഷ്ട്ര. ബ്ലാക്ക് പാന്തർ എന്ന നക്സൽ വിരുദ്ധ സേനാ വിഭാഗത്തിന് രൂപം നൽകിയ സംസ്ഥാനം എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡ്. സ്പിരിറ്റ് ഓഫ് ലൈഫ് എന്ന കൃതിയുടെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ തസ്ലീമ നസ്രീൻ. പോസ്റ്റ്മാൻ എന്ന കൃതിയുടെ രചയിതാവ് ബെന്യാമിൻ. അടുത്ത പോയിന്റ് മതഗ്രന്ഥങ്ങൾ അശുദ്ധമാക്കുന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ ഏർപ്പെടുത്താൻ തീരുമാനിച്ച് നിയമ ഭേദഗതി കൊണ്ടുവന്ന സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? പഞ്ചാബാണ്. ഓർത്തു വയ്ക്കാം, ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അടുത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നേരിടാനായി ജമ്മു കാശ്മീരിൽ പുതിയതായി ആരംഭിച്ച സേന എന്ന് വെച്ചാൽ ടെറർ മോണിറ്ററിംഗ് ഗ്രൂപ്പ്. നിലവിലെ ജമ്മു കാശ്മീർ എന്താണ്? രാഷ്ട്രപതി ഭരണമാണ്. അപ്പൊ ജമ്മു കാശ്മീരിന്റെ ഗവർണർ ആരാണ്? സത്യപാൽ മാലിക്. ഓർത്തു വയ്ക്കാം, നിലവിലെ രാഷ്ട്രപതി ഭരണമാണ്. അടുത്ത മികച്ച ചിത്രത്തിനുള്ള ജോൺ എബ്രഹാം പുരസ്കാരം 2019 ലഭിച്ചത് ഏതിനെന്ന് ചോദിച്ചാൽ ബിലാത്തി കുഴൽ എന്ന ചിത്രത്തിനാണ്. ബിലാത്തി കുഴൽ. അടുത്ത 2019 ലോക്സഭാ ഇലക്ഷനിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന പോകുന്ന നഗരം എന്ന് വെച്ചാൽ ഏതാണ്? നിസാമാബാദ്, തെലങ്കാന. തെലങ്കാനയിലെ നിസാമാബാദ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇപ്പൊ നടക്കാൻ പോകുന്ന എത്രാമത്തെയാണ്? 17ാമത്തെ ലോക്സഭാ ഇലക്ഷൻ ആണ് 2019 നടക്കാൻ പോകുന്നത്. അടുത്ത ഒന്നുകൂടെ നോക്കാം. മതഗ്രന്ഥങ്ങൾ
അശുദ്ധമാക്കുന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ ഏർപ്പെടുത്താൻ നിയമ ഭേദഗതി കൊണ്ടുവരുത്തിയ സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? പഞ്ചാബ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ നേരിടാനായി ജമ്മു കാശ്മീരിൽ പുതിയതായി ആരംഭിച്ച സേന എന്ന് വെച്ചാൽ ടെറർ മോണിറ്ററിംഗ് ഗ്രൂപ്പ്. മികച്ച ചിത്രത്തിനുള്ള ജോൺ എബ്രഹാം പുരസ്കാരം 2019 ലഭിച്ചത് ആർക്കെന്ന് വെച്ചാൽ ബിലാത്തിക്കുഴൽ. 2019 ലോക്സഭ ഇലക്ഷൻ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന നഗരം എന്ന് വെച്ചാൽ നിസാമാബാദ്. എവിടെയാണ്? തെലങ്കാന. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ കാര്യം മറക്കണ്ട, അതിന്റെ കമന്റ് ചെയ്യുക. കമന്റ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.